കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കരുത് ഞാൻ. നിനക്ക് കണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? സുന്ദരന് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേർക്ക് പാസ്പോർട്ടും ഫർണിച്ചറുകളും അതുപോലെ പല ഡോക്യുമെന്റ്സും ഇവൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് പൊതുവെ ഒരു തലവേദനയാണ്. അങ്ങനെയല്ലേ നമ്മളിവരെ കാണാറ്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് നമ്മൾ അറിയാൻ അധികം ശ്രമിക്കാറില്ല. എങ്കിലും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അതുപോലെയുള്ള ഇവരെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ആനി മലയാളം സീരീസ് സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോലെ തന്നെ എലികൾക്ക് ചിരിക്കാൻ സാധിക്കും. അതെ, ഇക്കിളി ഇടുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ഇവർ ചില അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ചിരിക്കാറുണ്ട്. അത് സയന്റിസ്റ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എലിയുടെ തലയിൽ നമ്മുടെ വീടിന്റെ ഒരു മിനി ഗൂഗിൾ മാപ്പ് കാണും. അതെ, ദേ ഹാവ് എക്സലന്റ് മെമ്മറി ആൻഡ് ഇന്റലിജൻസ്. നമ്മുടെ വീട്ടിലെ പല വഴികളും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പൊത്തുകളും അവരുടെ ഹൈഡ് ഔട്ട്സുകളും ഒക്കെ ആഴ്ചകളോളം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പോലും അവർക്കത് തിരിച്ച് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. എലികളുടെ പല്ല് അവരുടെ ജീവിത അവസാനം വരെ വളരും എന്ന സത്യം നിങ്ങൾക്കറിയുമോ? ജീവിതത്തിൽ ഒരു സെറ്റ് പല്ല് മാത്രം വരുന്ന ജീവിവിഭാഗം ആണെങ്കിൽ പോലും ആ ഉള്ള സെറ്റ് ജീവിത അവസാനം വരെ വളരും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ ആ വളരുന്ന പല്ലുകൾ തങ്ങൾക്ക് കിട്ടുന്ന ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകളിലും അവർക്ക് കൈ കിട്ടുന്ന സാധനങ്ങളിലുമൊക്കെ ഉരച്ചുകൊണ്ട് അതിൻ്റെ വളർച്ച മെയിൻറ്റെയിൻ ചെയ്യാനും ഷാർപ്പാക്കി വെക്കാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. അതല്ലാതെ നമ്മളുടെ സാധനങ്ങളോട് അവർക്ക് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. പാവം എലിയല്ലേ. റാറ്റ്സ് ആർ എക്സലന്റ് സ്വിമ്മേഴ്സ്. അതെ, 3 ദിവസം വരെ തുടർച്ചയായി വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കൂടാതെ 3 മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് നീന്താനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് പൈപ്പ് വഴി അവർ ബാത്റൂമിൽ വന്നാൽ ഞെട്ടണ്ട കേട്ടോ. റാറ്റ്സ് ആർ വെരി ഇമോഷണൽ. എലികൾ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം തെറ്റിപ്പോയാൽ അവർ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കാറുണ്ട്. കൂടാതെ വേറൊരു എലി ഒരു എലിപ്പെട്ടിയിൽ കുടുങ്ങുകയോ അങ്ങനെ വേറെന്തെങ്കിലും കാരണത്താൽ അവർ അപകടത്തിൽ ആയാൽ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും, ആഹാരം പോലും കഴിക്കാതെ. പൊതുവെ പറഞ്ഞാൽ എലികൾ വളരെ എംപത്തറ്റിക് ആണ്. പിന്നെ നേച്ചറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫാമിലികളിൽ ഒന്നാണിവർ. ഒന്നാമതാണോ എന്നറിയില്ല, കാരണം പെറ്റ് കൂട്ടുന്നതിന് കയ്യും കണക്കുമില്ല. ഇവർ സ്പേസ് ട്രാവലേഴ്സ് ആണെന്ന് പറഞ്ഞാലോ? സ്പേസിലെ സീറോ ഗ്രാവിറ്റി എഫക്റ്റിൽ ശരീര ഓർഗൻസിനും ബോണുകൾക്കും മസിലുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ പഠിക്കാൻ വേണ്ടി ടൈനി ആസ്ട്രോനോട്ട്സ് ആക്കി എലികളെ നാസ സ്പേസിൽ വിട്ടിട്ടുണ്ട്. എലികൾ ലൈഫ് സേവിയേഴ്സ് ആയി പ്രവർത്തിക്കാറുണ്ടെന്ന് പറഞ്ഞാലോ? അതെ, ആഫ്രിക്കയിലൊക്കെ ലാൻഡ് മൈനുകൾ മണത്ത് കണ്ടുപിടിക്കാനും ട്യൂബർക്കുലോസിസ് എന്ന അസുഖം ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ ചില എലികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിന്നെ എലികൾ എന്നാൽ തീരെ വൃത്തിയില്ലാത്ത ഒരു വർഗമാണെന്നും രോഗം പടർത്തുന്നവരാണെന്നൊക്കെയല്ലേ നമ്മളുടെ മനസ്സിലുള്ള വിചിത്രം. എന്നാൽ സ്വന്തമായി അവർ ഗ്രൂം ചെയ്യാറുണ്ട്. കൂട്ടാളികൾക്ക് ഗ്രൂം ചെയ്ത് കൊടുക്കാറുമുണ്ട് വൃത്തിയായി നടക്കാൻ വേണ്ടി. എന്താല്ലേ. ഇനി അടുത്ത തവണ എലികളെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കണ്ട. എന്നാലും അവനവൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. സോ ഇതിലേത് ഫാക്റ്റാണ് നിങ്ങളെ ഏറ്റവും സർപ്രൈസ് ചെയ്യിപ്പിച്ചതെന്ന് കമന്റ് ചെയ്യുമല്ലോ അല്ലേ? So thank you for watching. Please like, subscribe and support if you find useful. So see you soon with another info.